ഹായ് കൂട്ടുകാരെ, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കീനോട്ടാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കീനോട്ടാണ്. ഇത് ബേസ് ചെയ്തിട്ടാണ് കുറച്ച് പ്രോബ്ലംസിന് ചെയ്യാനുള്ളത്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓഫ് ഈവൺ നമ്പറിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന 3 പോയിൻറ്റ്സും നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ എന്തൊക്കെ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓഡിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 പോയിന്റ് ആയിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ, ഇത് ഈവൻ്റെ കൺസെപ്റ്റാണ്. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ കൺസെപ്റ്റിലോട്ട് പോകാം. ഒന്നാമത്തെ കൺസെപ്റ്റ്, ദ നമ്പർ ഓഫ് ടേംസ് എൻ ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ഈവൺ. They can be perfectly divided into n/2 pairs. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പെയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഇപ്പോൾ 4 ടേം ഉണ്ടെന്ന് വിചാരിക്കാം. 1 2 3 4 ടേം ഉണ്ട്. സോ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 4 ആണ്. ഈ 4 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ട്, അതായത് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. 4 എന്ന് പറയുന്ന നമ്പർ ഈവൺ ആയത്, അതായത് അതിലത്തെ ടേംസ് അല്ല ഈവൺ എന്ന് പറയുന്നത്, ആ നമ്പറാണ് എന്ത്? ഈവൺ. നമ്പർ ഓഫ് ടേംസിൻ്റെ എണ്ണം ഈവൺ ആണ് എങ്കിൽ ഇവിടെ എത്ര പെയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഓക്കെ, ഒന്നാമത്തതും നാലാമത്തതും അതൊരു പെയറാണ് അല്ലേ? രണ്ടാമത്തതും മൂന്നാമത്തതും അതൊരു പെയറാണ്. ഓക്കെ, ഇങ്ങനെ പെയേഴ്സ് ആക്കുന്നത് നമ്മൾ ഇതിലും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓഡിലും പഠിച്ചിട്ടുണ്ടായിരുന്നു സെയിം. ഓക്കെ, സോ ഇവിടെ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? n/2 ആണെന്നാണ് നമ്മൾ പഠിച്ചത്. n/2. ഓക്കെ, n/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/2 = എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അത് ഈവൺ ആണെങ്കിൽ അതിൽ എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? n/2 പെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു 24 ടേം ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസാണ്, അതിൽ എത്ര പെയേഴ്സ് കാണും? സോ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 2 = എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോ എത്ര പെയേഴ്സ് ഉണ്ട് നമുക്ക്? 12 പെയേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ പെയർ എന്തിനാ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത് എന്നുള്ളത് അടുത്ത പോയിന്റ് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. The sum of an arithmetic sequence with an even number of terms is equal to sum of a single pair multiplied by the total number of pairs. ഓക്കെ, അതായത് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെല്ലാതും ഈവണിന് വേണ്ടിയിട്ടാണ്. നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണ് എങ്കിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണണം. അതായത് അതിൻ്റെ ടേമുകളുടെ എല്ലാവരും സമ്മ് കാണണമെങ്കിൽ സം ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ പറയാം? വൺ ഓഫ് പെയർ, അതായത് ഒരു പെയറിൻ്റെ സം ഓഫ് വൺ പെയർ ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ്, ഇതൊരു ഫോർമുലയായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ, അതാണ് കുറച്ചുകൂടി എളുപ്പം. സം ഈസ് ഈക്വൽ ടു സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ. ഓക്കെ, ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ടേം ഉണ്ടെന്ന് വിചാരിക്കുക. 4 ടേം ഉണ്ട്. ഒന്നാമത്തത് ഇപ്പോൾ ഞാൻ എത്ര എടുത്തു? ഒരു 4, അടുത്തത് 8, 12, 16. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, സോ ഞാൻ എടുക്കുകയാണ് ഓരോ പെയറായിട്ട്, ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ഇങ്ങനെയാണ് പെയേഴ്സ് എടുക്കേണ്ടത് കേട്ടോ. സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും. ഓക്കെ, ഇതൊരു പെയറാണ്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് ഇപ്പം ഞാൻ കൂട്ടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമ്മ് എനിക്ക് എത്ര കിട്ടും? 4, 16, 20, 20ഉം 28, 28ഉം 38, 38, 40. ഓക്കെ, ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? സം ഈസ് ഈക്വൽ ടു 40 ആണ്. ഓക്കെ, കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഈ ഫോർമുല വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? സം എന്ന് പറയുന്നത് എന്താണ്? വൺ പെയറിൻ്റെ സമ്മ്, അതായത് ഒരു പെയറിൻ്റെ സമ്മ്. ഒരു പെയർ എന്ന് പറയുന്നത് വൺ പെയറിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്ര കൂട്ടി? 4ഉം 16ഉം അതൊരു പെയറാണല്ലോ. ഓക്കെ, അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ വൺ പെയറിൻ്റെ സമ്മ് 20 ഇൻറ്റു എത്ര പെയേഴ്സ് ഉണ്ട് ഇവിടെ? ഈ എത്ര പെയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാണ് നമ്മൾ n/2 നേരത്തെ വെച്ചത്. മൊത്തം എത്ര ടേം ഉണ്ട്? 4 ടേം ഉണ്ട്. ഓക്കെ, 4 ടേം ഉണ്ടെങ്കിൽ എത്ര പേര് ഉണ്ടായിരിക്കും? 4/2 = 2 ടേം ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇവിടെ എത്ര പെയറുണ്ട്? 2 പെയറുണ്ട്. സോ സം എന്ന് പറയുന്നത് ഒരു പെയറിൻ്റെ സം ഇൻറ്റു
നമ്പർ ഓഫ് പെയേഴ്സ്. ഓക്കെ, ഒരു പെയർ എത്രയാണ് 20 ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് എത്ര ഉണ്ട് 2. സോ 20 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 40. അതാണല്ലോ നമുക്ക് കൂട്ടിയപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇതിപ്പോൾ ചെറിയതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 24 ടേംസ്, അതുപോലെ 36 ടേംസ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് വേണം? സം ഓഫ് പെയർ എപ്പോഴും വേണം. അതായത് ഒരു പെയറിൻ്റെ സമ്മ് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, തേർഡ് പോയിന്റ്, the sum of each equidistant pair, the first and last term and the second last term etc. is always a constant. ഓക്കെ, അത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ അത് ആ പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മളിവിടെ എടുത്ത അതേ സീക്വൻസ് തന്നെ ഞാൻ വീണ്ടും എടുക്കുകയാണ്. 4, 8, 12, 16. ഓക്കെ, ഫസ്റ്റ് പെയർ ഏതാ? ഒന്നാമത്തതും ലാസ്റ്റത്തതും. അതിൻ്റെ സം എത്രയാണ്? സോ x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു സം എത്ര കിട്ടും? 4 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ പെയർ ഏതൊക്കെയാണ്? x2 പ്ലസ് x3 ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെത്ര? 8 പ്ലസ് 12, അതും എത്ര തന്നെയാണ്? 20. നമ്മൾ ഓഡ് നമ്പേഴ്സ് പഠിച്ചതുപോലെ തന്നെ ഓരോ പെയറിൻ്റെ സമ്മ് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, കോമൺ ഡിഫറൻസ് കൂടി ഫ്രണ്ടിലോട്ട് പോകുന്നു, കോമൺ ഡിഫറൻസ് ബാക്കിലോട്ട് പോകുന്നു. സോ അതുകൊണ്ട് രണ്ടിൻ്റെയും സമ്മ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതിലൊരു പോയിന്റും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x1ഉം x4ഉം കണ്ടോ, x1ഉം x4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണേ? 1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5 അല്ലേ? അതുപോലെ നോക്കി 2ഉം 3ഉം അല്ലേ? 2 പ്ലസ് 3 അതും എന്തായിരിക്കും? 5 ആയിരിക്കും. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? n+1 ആണ്. എന്ന് വെച്ചാൽ 4+1 ആണ്. ഇവിടെ മൊത്തം n എന്ന് പറയുന്നത് 4 അല്ലേ? 4+1 ആണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ പെയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്ര പെയർ ഉണ്ടോ അതിൽ നിന്ന് 1 കൂട്ടിയിട്ടുള്ള നമ്പറിലോട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര നമുക്ക് ഇപ്പോൾ മൊത്തം ഒരു 26 ടേം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 26 ടേം ഉണ്ട്. ആ 26 ടേമിൽ 7ാമത്തതും വേറെ ഏതോ ഒരെണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് എത്ര കിട്ടുന്നത്? 120 കിട്ടുന്നത് നമ്മൾ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ കൂട്ടുന്ന ടേം ഏത്, അതായത് അതിൻ്റെ പെയർ ഏത് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 26 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 27. ഓക്കെ, അതായത് ഈ രണ്ടെണ്ണത്തിനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 7ഉം എത്രയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 27 കിട്ടണം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ആയിരിക്കും? 20 ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ x20 ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പെയറിൻ്റെ ആൾ. ഒന്ന് നോക്കിയൊക്കെ, ഒന്നാമത്തെ ആളും 26ാമത്തും, രണ്ടാമത്തതും 25ാമത്തതും, മൂന്നാമത്തതും 24ാമത്തതും, നാലാമത്തതും 23ാമത്തതും അല്ലേ? അഞ്ചാമത്തതും 22ാമത്തതും, ആറാമത്തതും 21ാമത്തതും, ഏഴാമത്തതും 20ാമത്തതും അല്ലേ? 7, 20 അല്ലേ പെയർ എന്ന് പറയുന്നത്? കണ്ടുപിടിച്ചത് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഒരു പോയിന്റും കൂടെ ഇതിനകത്തുണ്ട്. ഇതേ പോയിന്റ് നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാനത് പെയറായിട്ട് എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, സോ ഒരു പോയിന്റ് ആയിട്ട് എഴുതിയിട്ടില്ല എന്ന് മാത്രം, അതും കൂടെ ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചു വെക്കേണ്ട കാര്യം ഈ ഒരു സാധനമാണ്. സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ ആണ്. അതിൻ്റെ നമ്പർ ഓഫ് പെയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മുകളിൽ നമ്മൾ പറഞ്ഞു n/2 വെച്ചിട്ടാണ് നമ്പർ ഓഫ് പെയർ കണ്ടുപിടിക്കുന്നത്. അതിൽ 1 പെയർ നമുക്ക് എങ്ങനെ എന്ത് തരും? ഓക്കെ, ഇനി എല്ലാ പെയറുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നൊരു പോയിന്റും പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളുടെ പെയർ ആരാണ് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കണം. ഇത് കൺസെപ്റ്റാണ്. സോ റോ ആയിട്ട് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ നന്നായിട്ട് വീഡിയോ കാണാം, എന്നിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.